ആന്റോ ആന്റണി എം പിക്കെതിരെ ഗുരുതര ആരോപണവുമായി തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ എൻ.എം. രാജു. തെരഞ്ഞെടുപ്പ് സമയത്ത് ആന്റോ ആന്റണി 2 കോടി രൂപ കൈപ്പറ്റി. ആന്റോയ്ക്ക് നൽകിയത് നിക്ഷേപകരുടെ പണം തിരികെ തന്നിട്ടില്ല. അതേസമയം നെടുമ്പറമ്പിൽ ഫിനാൻസിൽ തന്ത്രി കണ്ഠരര് രാജീവര് പണം നിക്ഷേപിച്ചിട്ടില്ലെന്നും എൻ.എം. രാജു. ഇത്രയും കാലത്തിനിടയ്ക്ക് തന്ത്രിയെ കാണുകയോ വീട്ടിൽ പോവുകയോ ചെയ്തിട്ടില്ലെന്നും രാജു വ്യക്തമാക്കി. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ, തന്ത്രിക്ക് എതിരെ ഉയർന്ന വലിയൊരു ആരോപണമായിരുന്നു അദ്ദേഹത്തിൻ്റെ 2 കോടി രൂപ ഈ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിക്ഷേപിച്ചു എന്നുള്ളത്. ഇപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഉടമ എൻ.എം. രാജു അത് നിഷേധിച്ചിരിക്കുകയാണ്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് ആന്റോ ആന്റണി എം പി 2 കോടി വാങ്ങി എന്നുള്ളതാണ്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. നേരത്തെയും അന്തരീക്ഷത്തിൽ ആ വാർത്തയുണ്ടായിരുന്നു. ഇപ്പോഴിതാ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഉടമയിൽ നിന്ന് തന്നെയാണ്. എന്താണ് വിശദാംശങ്ങൾ? ആൽനമ്പർ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നിൽ അതിഗുരുതരമായ ഒരു ആരോപണം, ഒപ്പം തന്നെ ഉയർന്നിരുന്ന ഒരു ആരോപണം സംബന്ധിച്ച് വിശദീകരണം. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായും നെടുമ്പറമ്പിൽ ഫിനാൻസിൻ്റെ ഉടമ എൻ.എം. രാജു നടത്തിയിരിക്കുന്നത്. അത് ഒന്ന് തന്ത്രിക്കെതിരെയായിരുന്നു. തന്ത്രി അവിടെ പണം നിക്ഷേപിച്ചു. നെടുമ്പറമ്പിൽ ഫിനാൻസ് പൂർണ്ണമായും തകർന്നിരുന്നു. തുടർന്ന് നിക്ഷേപകർ പരാതികൾ നൽകി. വിവിധ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അടക്കം അന്വേഷണം നടക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ തന്നെയായിരുന്നു ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നപ്പോൾ തന്ത്രി അവിടെ പണം നിക്ഷേപിച്ചിരുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നത്. എന്നാൽ നെടുമ്പറമ്പിൽ ഫിനാൻസിൻ്റെ ഉടമ അത് പൂർണ്ണമായും തന്നെ നിക്ഷേപിക്കുകയാണ്. തന്ത്രി അത്തരത്തിൽ 2.5 കോടി രൂപ നിക്ഷേപിച്ചു എന്ന ആരോപണം തെറ്റാണ്. തൻ്റെ ഒരു സ്ഥാപനത്തിലും, ഒരു ഫിനാൻസ് സ്ഥാപനത്തിലും തന്ത്രി പണം നിക്ഷേപിച്ചിട്ടില്ല എന്ന ഒരു വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത്. മാത്രമല്ല തന്ത്രിയോ തന്ത്രിയുടെ കുടുംബാംഗങ്ങളെയോ ആരെയും തനിക്ക് പരിചയമോ നേരിട്ട് ബന്ധമോ അവരുടെ വീട്ടിൽ പോവുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തള്ളുകയാണ്. അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 1 രൂപ പോലും തന്ത്രിയുടെയോ തന്ത്രിയുടെ കുടുംബാംഗങ്ങളുടെയോ ആയി 1 രൂപ പോലും തൻ്റെ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചിട്ടില്ല എന്ന വിശദീകരണം നൽകുന്നു. അതോടൊപ്പം തന്നെയാണ് അതിഗുരുതരമായ ഒരു ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് എം പിക്കെതിരെ അദ്ദേഹം ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. ആന്റോ ആന്റണി എം പിക്ക് പണം നൽകിയിട്ടുണ്ട്. 2 കോടി രൂപ തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാങ്ങിയിട്ടുണ്ട്. അത് വലിയ ചെലവുകൾ വരുന്നുണ്ട്. ആ സാമ്പത്തികം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നെല്ലാം പറഞ്ഞ് തൻ്റെ വീട്ടിൽ പലതവണ വന്ന് കുത്തിയിരുന്നാണ് പണം വാങ്ങിക്കൊണ്ട് പോയത്. പിന്നീട് ആ പണം തിരികെ തരാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അത് ചോദിച്ചപ്പോൾ ആ ഒരു നിസ്സംഗഭാവമായിരുന്നു. തരാനുള്ള താല്പര്യമില്ലാത്ത രീതിയിലായിരുന്നു. ചെറിയൊരു തുക മാത്രം, ഈ 2 കോടി രൂപ തൻ്റെ കയ്യിൽ നിന്ന് കടമായി വാങ്ങിയതിന് ശേഷം 30 ലക്ഷത്തോളം രൂപ മാത്രമാണ് തിരികെ നൽകിയത്. ബാക്കി പണം ഇനിയും നൽകാനുണ്ട്. ഈ ഒരു സ്ഥിതിയിൽ തൻ്റെ നിക്ഷേപ ഫിനാൻസ് സ്ഥാപനം പൂർണ്ണമായും തകരുകയും നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ കഴിയാത്ത സ്ഥിതിവിശേഷം എല്ലാം തന്നെ ഉണ്ടായി. നിക്ഷേപകരിൽ നിന്ന് വാങ്ങിയ പണമായിരുന്നു ആന്റോ ആന്റണിക്ക് നൽകിയത്. അത് തിരികെ നൽകാമെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തിരികെ നൽകാമെന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പണം വാങ്ങിയത്. എന്നാൽ അതിനുശേഷം സ്ഥാപനത്തിൻ്റെ സ്ഥിതി വളരെ മോശമായപ്പോൾ തൻ്റെ മക്കളടക്കം അവിടെ ചെന്ന് ആ പണം തിരികെ നൽകാൻ അപേക്ഷിച്ചിട്ട് പോലും ആ പണം തിരികെ നൽകാൻ തയ്യാറായില്ല എന്ന ഗുരുതരമായ ആരോപണം തന്നെയാണ് ആന്റോ ആന്റണിക്കെതിരെ ഉയർത്തുകയും ചെയ്തത്. ഇക്കാര്യത്തിൽ ആന്റോ ആന്റണി കൃത്യമായ ഒരു പ്രതികരണമോ വിശദീകരണമോ നൽകുന്നില്ല എന്നതും അതിലേറ്റവും പ്രധാനമാണ്. 2019 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ സമയത്തായിരുന്നു ഇത്. 2 മാസത്തിനകം നൽകാമെന്നായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസത്തിനകം ഈ പണം തിരികെ നൽകുമെന്ന ഉറപ്പും നൽകിയപ്പോഴാണ് പണം നൽകിയത്. ഈ പല നിക്ഷേപകരായി നൽകിയ പണം ഇത്തരത്തിൽ താൻ റോൾ ചെയ്യുകയായിരുന്നു എന്ന കാര്യമാണ് ഉടമ പറയുന്നത്. അങ്ങനെയാണ് ഈ കോൺഗ്രസ് നേതാവിന് ഇത്തരത്തിൽ പണം നൽകിയത്. എന്നാൽ 7 വർഷം കഴിഞ്ഞിട്ടും പണം തിരികെ നൽകുന്നില്ല. എന്നാൽ അതുകൊണ്ട് തന്നെ നിയമ നടപടികളടക്കം പണം തിരികെ കിട്ടാനുള്ള നടപടികളുമായി താൻ മുന്നോട്ട് പോകുമെന്ന കാര്യം പറയുന്നുണ്ട്. അതേസമയം തന്നെ നെടുമ്പറമ്പിൽ ഫിനാൻസിനും ഉടമകൾക്കുമെതിരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ശക്തമായ നടപടികൾ ഒരു ഭാഗത്ത് നടന്നിരുന്നു. 44 കോടിയോളം രൂപയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അതേ ഘട്ടത്തിൽ തന്നെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹം ഉയർത്തുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഗുരുതര ആരോപണവുമായി തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ എൻ.എം. രാജുവിന്റെ വാക്കുകളിലേക്ക്. തന്ത്രിയുടെ 2.5 കോടി രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ ആണ് ഇട്ടിരിക്കുന്നത്. നെടുമ്പറമ്പിൽ ഫിനാൻസ് ആ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു ആരോപണം വിവിധ കോണുകളിൽ നിന്ന്
ഉണ്ടാകുകയുണ്ടായി. ആ ആരോപണം പൂർണ്ണമായിട്ടും തെറ്റായിരിക്കുന്ന ആരോപണമാണ്. നെടുമ്പറമ്പിൽ ഫിനാൻസിൽ തന്ത്രിയുടെ കുടുംബാംഗങ്ങളുടെയോ ആരുടെയും ഒരു രൂപ പോലും ഇല്ല എന്നുള്ളത് വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ വരുവാനിടയായത്. തന്ത്രിയുടെ ഒരു രൂപ പോലും എൻ്റെ സ്ഥാപനങ്ങളിൽ ഒരിടത്ത് പോലും ഒരു നിലയിലും ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. 2, തന്ത്രിയുടെ കുടുംബാംഗങ്ങളായിരിക്കുന്ന ആരെയും എൻ്റെ ഇത്രയും കാലത്തെ ജീവിതയാത്രയിൽ ഞാൻ കണ്ടുമുട്ടുകയോ അവരുമായിട്ട് സംസാരിക്കുകയോ അവരുടെ വീടുകളിൽ പോകുകയോ അവരുമായിട്ട് യാതൊരു വിധമായിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളോ മറ്റ് യാതൊരു ഇടപാടുകളും ഉണ്ടായിട്ടില്ല. തന്ത്രി കണ്ഠരര് രാജീവരുമായി യാതൊരു സാമ്പത്തിക ഇടപാടും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് എൻ.എം. രാജു. അതേസമയം ആന്റോ ആന്റണി MP 2 കോടി രൂപയാണ് വാങ്ങിയത് എന്ന ആരോപണം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു. ജിതീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.